ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ. ഇന്നലെ ഈവനിങ് ജോലി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം പോയ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും നടക്കുന്നത് പോലെ എഫ്രാത്ത ഫാമിലിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്നു. അവിടെ വചനം സംസാരിക്കാൻ ബെനിസേവർ പാസ്റ്റർ പറഞ്ഞതായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നായിരുന്നു. അന്നത്തെ വർഷിപ്പ് നടത്തിയത് എൻ്റെ ഏറ്റവും സുഹൃത്തായ ഫ്രാങ്ക്ലിൻ ബ്രോസ് ആയിരുന്നു. ഫ്രാങ്ക്ലിൻ ബ്രോസിനെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ നടക്കുന്ന പ്രോഗ്രാംസിന് ഞാനും അവനുമാണ് കൂടുതൽ ഞങ്ങൾ സ്റ്റെപ്പിട്ട് നിൽക്കുന്നത്. ഫ്രാങ്ക്ലിന് വർഷിപ്പ് റീഡയും ഷമിയും അസ്നയുമാണ് കൂടെ ഏറ്റുപാടിയത് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു ഹെവൻലി വൈബിലാണ് ഇന്നലത്തെ വർഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കീബോർഡിസ്റ്റായിട്ട് ബെനിസേവർ പാസ്റ്ററിന്റെ മൂത്ത മകനും ഗിറ്റാറിസ്റ്റായിട്ട് നമ്മുടെ ജിയോയുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വർഷിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷമി വന്ന് ബെനിസേവർ പാസ്റ്ററിനെ വെൽക്കം ചെയ്യുകയായിരുന്നു. അങ്ങനെ മൈക്ക് കൈമാറി മെസ്സേജ് തുടങ്ങി. ചെറിയൊരു വചനം എടുത്ത് ചെറിയ രീതിക്കാണ് പുള്ളി സംസാരിച്ചത്. അതിൻ്റെ അകത്തിരുന്ന അർത്ഥങ്ങളെല്ലാം വലിയ രീതിക്കായിരുന്നു കേട്ടോ. എനിക്ക് ആ മെസ്സേജ് വളരെ വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ന്യായമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ ശപിക്കുന്ന ആൾക്കാരുടെ മധ്യയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള പാസ്റ്റേഴ്സ് ഇപ്പോഴും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ അത് മനസ്സിലാക്കാൻ ഇടയായി കേട്ടോ. അങ്ങനെ നല്ല ഹെവൻലി വൈബിൽ മീറ്റിംഗ് എല്ലാം ഫിനിഷ് ആയിരുന്നു. അടുത്ത് ഞങ്ങൾ ചെറിയ രീതിക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. കുറച്ച് ദിവസത്തിൽ പെട്ടെന്ന് ഞങ്ങൾ അടുപ്പായ ഒരു സുഹൃത്തുണ്ട് കേട്ടോ. ആ സുഹൃത്തിന്റെ പേര് പ്രിയൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രിയനെ വീട്ടിൽ കൊണ്ട് ആക്കിയായിരുന്നു. പ്രിയനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു നല്ലൊരു സ്മൂത്ത് ക്യാരക്ടറാണ്. ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് ദിവസമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഞാനും അവന് നല്ല അടുപ്പമായി. എനിക്ക് ഒസൂറിൽ വെച്ച് ഒരു ഫ്രണ്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടും ഇതേപോലത്തെ ക്യാരക്ടറാണ്. ആ ഫ്രണ്ട് എനിക്ക് തിരിച്ച് കിട്ടിയെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ് അവൻ യാത്രയാണ്. അവൻ പഠിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇനി അടുത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. പുള്ളിക്കാരൻ്റെ യാത്രയെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു. ലവ് യു ആൾ.